ഇന്ന് നമ്മൾ പൂക്കോട് ലേക്കിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ റിസോർട്ട് കഴിഞ്ഞിട്ട് വിചാരിച്ചു ഏതായാലും പൂക്കോട് ലേക്കും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ പൂക്കോട് ലേക്കിലേക്ക് പോകുന്നത്. ഏതായാലും റിസോർട്ടിലേക്ക് വന്നതല്ലേ, പിറ്റേ ദിവസം കൂടി ഒന്ന് എൻജോയ് ആക്കിയിട്ട് തന്നെ നാട്ടിലേക്ക് തിരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പൂക്കോട്ട് ലേക്കിലേക്ക് എത്തിയപ്പം തന്നെ നല്ല റഷായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പം തന്നെ വിചാരിച്ചു ഒന്ന് തിരിച്ചു പോയാലോ, പോയിട്ടില്ലെങ്കിലും സാരമില്ലയെന്ന് വിചാരിക്കും. പക്ഷേ ഏതായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു നല്ലതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, അതിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി കിട്ടി. ഇനി നമുക്ക് ബോട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യും വേണം. അങ്ങനെ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് നടന്നു. എന്നിട്ട് പിന്നെ വീണ്ടും വന്നു. അപ്പോഴേക്കും അങ്ങനെ നമ്മളുടെ ടൈമായി. അങ്ങനെ നമുക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ അങ്ങനെ ബോട്ടിലേക്ക് കയറി. ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടി ഓട്ടുന്ന ബോട്ടായതുകൊണ്ട് നല്ലതുപോലെ എൻജോയ് ആക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഓരോ ഫാമിലി ഓരോ ബോട്ടിലിരുന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചവിട്ടി ഒരു മുന്നോട്ടെത്താം. പിന്നെ എല്ലാവർക്കും ഇത് ചവിട്ടി പഠിക്കണം എന്നല്ലേ, കുട്ടികളൊക്കെ ചവിട്ടുമ്പോൾ ഏതായാലും ഒരു വേറെ വഴിക്കാണല്ലോ പോവുക. ഏതായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എല്ലാവരും ഒന്നിച്ച് വന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഏതായാലും നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ വിശക്കാൻ തുടങ്ങിയിട്ടോ. എന്തായാലും ഫുഡ് കഴിക്കണം, പെട്ടെന്ന് കഴിക്കണം. അങ്ങനെ ഇവിടെ പിന്നെ നല്ലതുപോലെ മങ്കികളുടെ ശല്യമുണ്ട് കേട്ടോ. ഫുഡൊക്കെ തട്ടിപ്പറിക്കുന്ന മങ്കികളാണ്. അങ്ങനെ ഒടുവിൽ നിന്ന് മങ്കികളിട്ടിരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. നല്ല ബിരിയാണിയല്ല, ബിരിയാണി ഒട്ടും കൊള്ളില്ല. നല്ല ബിരിയാണി എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ നല്ല വിശപ്പായത് കൊണ്ട് കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ നിങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. എന്തായാലും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.